വലത്ത് നിന്നാദ്യം സ്റ്റോയിച്കോവ്, തൊട്ടടുത്ത് നിൽക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് റൊമാരിയോ, പിന്നെ ഗാർഡിയോളയും കോമാനും അമോറും ബെഗിരിസ്റ്റൈനും അടക്കം ലോക ഫുട്ബോളിലെ ഇതിഹാസ നാമങ്ങൾ പലരും അണിനിരക്കുന്നൊരു സംഘം. യോഹാൻ ക്രൈഫിൻ്റെ പട്ടാളം. ബാഴ്സലോണയുടെ ഡ്രീം ടീം. വിശ്വപ്രസിദ്ധമായ ഏതൻസ് നഗരത്തിൽ 1994 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് വേദിയൊരുങ്ങി. AC മിലാൻ ബാഴ്സലോണക്ക് അന്നൊരു എതിരാളിയായിരുന്നില്ല. സ്റ്റോയിച്കോവും റൊമാരിയോയും ചേർന്ന് ഫാബിയോ കാപ്പല്ലോയുടെ കുട്ടികളെ കശക്കിയെറിയുമെന്ന് സകലരും നേരത്തെ വിധിയെഴുതി. അതിനി എത്ര ഗോളിനാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏതൻസ് നഗരത്തിൻ്റെ വഴിത്താരകൾ ജനനിബിഡമാണ്. ഒളിമ്പിക് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. കാപ്പല്ലോയുടെ സംഘത്തിൽ ക്യാപ്റ്റൻ ഫ്രാങ്കോ ബരേസിയും അലസാൻഡ്രോ കോസ്റ്റക്കാട്ടയും സസ്പെൻഷനിലാണ്. അതായത് അവരുടെ കരുത്തായ ഡിഫൻസിനെ കുറിച്ച ആശങ്കകൾ കളിക്ക് മുമ്പേ ബാഴ്സയെ വിട്ടൊടിഞ്ഞിരിക്കുന്നുവെന്ന്. മൊത്തത്തിൽ എല്ലാം ചേർത്ത് വായിച്ചാൽ കറ്റാലൻ പടക്ക് കാര്യങ്ങൾ എളുപ്പമാണെന്ന് സാരം. അതൊരു മിഥ്യാധാരണ മാത്രമായിരുന്നുവെന്ന് ബാഴ്സലോണ ആരാധകർ തിരിച്ചറിഞ്ഞത് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ആദ്യ വിസിൽ മുടങ്ങിയതോടെയാണ്. അന്ന് കറ്റാലൻ പട ഒരു 25-കാരന് മുന്നിൽ തകർന്ന് തരിപ്പണമായി. ഇത് ലോക ഫുട്ബോൾ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഡിഫൻഡറുടെ കഥയാണ്. തിരനിറച്ച പാതുകങ്ങൾ കൊണ്ട് ഗോൾമുഖം വിറപ്പിച്ചവരുടെ കഥകളിൽ ഫുട്ബോൾ ലോകം അഭിരമിച്ച കാലത്ത് അവരുടെയൊക്കെ പേടിക്കാനാവായൊരു ലെഫ്റ്റ് ബാക്കിൻ്റെ കഥ, പൗളോ മാൽഡീനിയുടെ കഥ. റൊമാരിയോ തൻ്റെ കരിയറിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസമായിരുന്നു അത്. ദ ഗ്രേറ്റ് യോഹാൻ ക്രൈഫ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഡഗൌട്ടിനരികിൽ താടിക്ക് കൈകൊടുത്തിരുന്നു. മാൽഡീനിയെ കടന്നൊരാൾക്ക് AC മിലാൻ്റെ ഗോൾമുഖത്തേക്ക് സഞ്ചരിക്കാനാകുന്നില്ല പോലും. അപകടകരമായ ടാക്കിളുകളില്ല, ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമില്ല. ടൈമിംഗ്, പൊസിഷനിങ്, കൺട്രോൾ, ദ ആർട്ട് ഓഫ് ഡിഫൻസ്. റൊമാരിയോയും സ്റ്റോയിച്കോവും സഞ്ചരിച്ച വഴികളിലൊക്കെ മാൽഡീനി ഉണ്ടായിരുന്നു. ഫസ്റ്റ് വിസിൽ മുതൽ ആക്രമിച്ചു തുടങ്ങിയ ബാഴ്സലോണയുടെ റിഥം നഷ്ടമായി തുടങ്ങി. AC മിലാൻ പതിയെ കളി തങ്ങളുടെ വരുതിയിലാക്കി. പിന്നെ എണ്ണം പറഞ്ഞ 4 ഗോളുകൾ അവർ ബാഴ്സലോണയുടെ വലയിലെത്തിച്ചു. ഗോളടിച്ച മസാരോയും സാവിസോവിച്ചും മാർസൽ ഡിസേലിയും ഒന്നും ആയിരുന്നില്ല സ്റ്റേഡിയത്തിന് പുറത്തെ ചർച്ചകളിൽ നിറയെ. ദ വൺ ആൻഡ് ഓൺലി പൗളോ മാൽഡീനി. അന്നത്തെ മാൽഡീനിയുടെ പ്രകടനത്തെക്കുറിച്ച് പലരും എഴുതിയത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിഫൻസീവ് പെർഫോമൻസ് ഓഫ് ഓൾ ടൈം എന്നാണ്. നിങ്ങൾ നേരിട്ട ഏറ്റവും ടഫസ്റ്റായ ഡിഫൻഡർ ആരായിരിക്കും? വർഷങ്ങൾക്ക് മുമ്പ് ലയണൽ മെസ്സി സിനദീൻ സിദാനോട് ചോദിച്ച ചോദ്യമാണിത്. സിദാൻ അർത്ഥശങ്കക്കിടയില്ലാതെ മറുപടി പറഞ്ഞു, മാൽഡീനി, അയാൾ തന്നെ. ഡേവിഡ് ബെക്കാം, റൊണാൾഡോ നസാരിയോ, തിയറി ഹെൻറി, അങ്ങനെ ലോക ഫുട്ബോൾ ചരിത്രം കണ്ട പലർക്കും പറയാനുള്ളത് അതേ പേരാണ്. മാൽഡീനിയെ നേരിടുമ്പോഴൊക്കെ തങ്ങൾക്ക് പൊസിഷൻ മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടെന്ന് സിദാനും റൊണാൾഡോ നസാരിയോയും ഒരിക്കൽ തുറന്നു പറയുന്നുണ്ട്. ഇറ്റാലിയൻ ഇതിഹാസം സെസാർ മാൽഡീനിയുടെ മകനായ പൗളോ മാൽഡീനി 1968 മിലാൻ നഗരത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. ആ നഗരവും അയാളും തമ്മിലുള്ള പ്രണയം അയാളുടെ ഫുട്ബോൾ കരിയറുമായി പോലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. 25 വർഷത്തെ കരിയറിൽ ഒരിക്കൽ പോലും അയാൾ മറ്റൊരു ടീമിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. 1978 യൂത്ത് കരിയർ ആരംഭിച്ചത് മുതൽ 2009 വിരമിക്കുന്നതുവരെ ക്ലബ് ഫുട്ബോളിൽ AC മിലാൻ്റെ ജേഴ്സി അല്ലാതെ മറ്റൊരു ജേഴ്സി അണിഞ്ഞിട്ടില്ല മാൽഡീനി. AC മിലാനൊപ്പം ഫുട്ബോളിൽ അയാൾ കീഴടക്കാനാകുന്ന ദൂരങ്ങളൊക്കെ കീഴടക്കി. 1984 തൻ്റെ 16-ാം വയസ്സിലാണ് മാൽഡീനി AC മിലാൻ്റെ സീനിയർ ടീമിനായി അരങ്ങേറുന്നത്. 1987-88 സീസൺ അരിഗോസാക്കിയുടെ കീഴിൽ AC മിലാൻ ഫുട്ബോൾ ചരിത്രത്തിൽ ദ ഇമ്മോർട്ടൽസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട കാലം. മാർക്കോ വാൻ ബാസ്റ്റൻ, റൂഡ് ഗുളിറ്റ്, ഫ്രാങ്കോ ബരേസ് സാക്കിയുടെ ടീമിനെ അനശ്വരമാക്കിയത്രയും. കാർലോ ആഞ്ചലോട്ടിയും റോബർട്ടോ ഡൊണാഡോണിയുമൊക്കെ അണിനിരക്കുന്ന മിഡ്ഫീൽഡ്. ഫ്രാങ്കോ ബരേസിയും അലക്സാൻഡ്രോ കോസ്റ്റക്കാട്ടയും പൗളോ മാൽഡീനിയും മോറോ ടസോഡിയും നിലനിൽക്കുന്ന ബാക്ക് ലൈൻ. AC മിലാൻ ഹിസ്റ്ററിയിലെ ഡ്രീം 11. മിലാനൊപ്പം മാൽഡീനി ആദ്യ സീരിയ കിരീടം ചൂടിയത് അക്കാലത്താണ്. ആ സീസണിൽ ആകെ 14 ഗോളുകളാണ് AC മിലാൻ വഴങ്ങിയത്. അടുത്ത 2 വർഷങ്ങളിൽ തുടർച്ചയായി 2 യൂറോപ്യൻ കപ്സ് മാൽഡീനി AC മിലാൻ്റെ ഷെൽഫിലെത്തിച്ചു. അരിഗോസാക്കിക്ക് കീഴിൽ റൈറ്റ് ബാക്കായി കളിക്കാരങ്ങൾ ആരംഭിച്ച മാൽഡീനിയെ സാക്കി തന്നെയാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഡിഫൻസിൽ ഏത് പൊസിഷനിലും അയാളെ പരീക്ഷിക്കാനാകും എന്നത് സാക്കിയുടെ ബോധ്യമായിരുന്നു. കരിയറിൽ റൈറ്റ് ബാക്കായും ലെഫ്റ്റ് ബാക്കായും സെൻട്രൽ ബാക്ക് റോളിലുമൊക്കെ മാൽഡീനി കളത്തിലിറങ്ങി. കളിച്ച പൊസിഷനുകളിലൊക്കെ അയാൾ തൻ്റെ പ്രതിഭയെ വരഞ്ഞിട്ടു. അരിഗോസാക്കി പടിയിറങ്ങിയ ശേഷം ഫാബിയോ കാപ്പല്ലോ AC മിലാൻ്റെ പരിശീലക ചുമതല ഏറ്റെടുത്തു. 1991-92 സീസണിൽ കാപ്പല്ലോക്ക് കീഴിൽ ദ ഇൻവിൻസിബിൾ എന്നാണ് AC മിലാൻ അറിയപ്പെട്ടത്. തോൽവി എന്താണ് എന്നറിയാത്ത 58 മത്സരങ്ങൾ. കാപ്പല്ലോക്ക് കീഴിൽ AC മിലാൻ 3 ലീഗ് ടൈറ്റിലുകൾ അടിക്കുമ്പോൾ ടീമിൽ മാൽഡീനി ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരുന്നു. ആ ടീം തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളും കളിച്ചു. യോഹാൻ ക്രൈഫ് പരിശീലിപ്പിച്ച ബാഴ്സലോണയുടെ ഡ്രീം ടീമിനെ
ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ തറപറ്റിച്ച അതേ വർഷം ഇറ്റലിയെ ലോകകപ്പ് ഫൈനലിലും എത്തിക്കുന്നുണ്ട് മാൽഡീനി. 94-ലെ ബാലൻഡിയോർ വോട്ടിങ്ങിൽ മൂന്നാമതായാണ് അയാൾ ഫിനിഷ് ചെയ്തത്. തൻ്റെ 26-ാം വയസ്സാകുമ്പോഴേക്കും 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 4 സീരിയ ടൈറ്റിലുകളും 3 യൂറോപ്യൻ സൂപ്പർ കപ്പും AC മിലാൻ്റെ ഷെൽഫിലെത്തിച്ച മാൽഡീനി ഒരു ലോകകപ്പ് ഫൈനലിലും കളിച്ചു. ദ ഈസിയസ്റ്റ് ജോബ് ഇൻ യൂറോപ്പ് ഈസ് ബീങ് ദ ഗോൾ കീപ്പർ ഓഫ് ദ ഇറ്റാലിയൻ സ്ക്വാഡ്. 1996 യൂറോക്ക് മുമ്പ് പൗളോ മാൽഡീനിയുടെ ചിത്രത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ട നൈക്കിൻ്റെ ഒരു പരസ്യവാചകം ഇതായിരുന്നു: അതുമാത്രം മതിയാകും അക്കാലത്ത് അയാളുടെ വലിപ്പം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഫാബിയോ കാപ്പല്ലയുടെ പടിയിറക്കത്തിന് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ AC മിലാൻ ഒരു പ്രതിസന്ധിക്കാലത്തെ മുന്നിൽ കണ്ടു. എന്നാൽ AC മിലാനിൽ അതൊരു പുതുയുഗം പിറക്കുന്നതിന് മുമ്പുള്ള നിശബ്ദതയായിരുന്നു. എൽ ക്യാപിറ്റാനോ മാൽഡീനി AC മിലാൻ്റെ നായക പദവിയിൽ അവരോധിതനാകുന്നു. 2002-03 സീസണിൽ മാൽഡീനിയുടെ ക്യാപ്റ്റൻസിയിൽ AC മിലാൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം മിലാൻ ഷെൽഫിലെത്തിച്ചു. അലസാൻഡ്രോ നെസ്റ്റയും കഫും മാൽഡീനിയുമായിരുന്നു അക്കാലത്ത് AC മിലാൻ ഡിഫൻസിൻ്റെ കരുത്ത്. യുവൻറ്റസിനെ ഷൂട്ടൗട്ടിൽ വീഴ്ത്തിയായിരുന്നു അന്ന് ആ കിരീടധാരണം. 2005-ലെ ഇസ്താംബുൾ മിറാക്കിളിൽ തകർന്ന AC മിലാനെ ഓർമ്മയില്ലേ? അന്ന് ആദ്യ മിനിറ്റിൽ വലകുലുക്കി ലിവർപൂളിനെ ഞെട്ടിച്ച മാൽഡീനിക്ക് പക്ഷേ ലിവർപൂളിൻ്റെ റെമോണ്ടാഡക്ക് തടയിടാനായില്ല. നിരാശയോടെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് മുന്നിലൂടെ നടന്നു പോകുന്ന മാൽഡീനിയുടെ ചിത്രങ്ങൾ AC മിലാൻ ആരാധകർക്ക് ഒരു കണ്ണീരോർമ്മയായിരുന്നു. എന്നാൽ 2007-ൽ മാൽഡീനിയുടെ മിലാൻ ലിവർപൂളിനോട് പകരം ചോദിച്ചു. 94-ൽ ക്രൈഫിൻ്റെ ബാഴ്സലോണയെ നിലംപരിശാക്കിയ ഏഥൻസിലെ അതേ ഒളിമ്പിക് സ്റ്റേഡിയത്തിലിട്ട് ലിവർപൂളിനെ AC മിലാൻ കശക്കിയെറിഞ്ഞു. മാൽഡീനി അവസാനമായി ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. 2009-ൽ തൻ്റെ 41-ാം വയസ്സിൽ AC മിലാൻ്റെ കുപ്പായം അഴിക്കുമ്പോൾ 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 7 സീരിയ ടൈറ്റിലും അടക്കം 26 ട്രോഫികൾ അയാൾ ടീമിൻ്റെ ഷെൽഫിലെത്തിച്ച് കഴിഞ്ഞിരുന്നു. 902 മത്സരങ്ങളിൽ AC മിലാന് വേണ്ടി കളത്തിലിറങ്ങിയ മാൽഡീനിയുടെ നമ്പർ 3 ഷർട്ട് അയാളോടുള്ള ആദരസൂചകമായി AC മിലാൻ റിട്ടയർ ചെയ്തു. ഡിഫൻസിലെ വേഴ്സിറ്റിലിറ്റി ആയിരുന്നു മാൽഡീനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ലെഫ്റ്റ് ബാക്ക് റോളിൽ 489 മത്സരങ്ങളിൽ അയാൾ കളിച്ചപ്പോൾ സെൻട്രൽ ബാക്ക് റോളിൽ 376 മത്സരങ്ങളിലാണ് അയാൾ കളത്തിലിറങ്ങിയത്. 2 പൊസിഷനിലും മാൽഡീനി തൻ്റെ പ്രതിഭ വരഞ്ഞിട്ടു. കാം ആൻഡ് കമ്പോസ്ഡ്, പൊസിഷനിങ്, അവയർനെസ് ഓഫ് സറൗണ്ടിങ്സ്, ഗെയിം റീഡിംഗ്, പേസ് ആൻഡ് സ്റ്റാമിന, ലീഡർഷിപ്പ്. മാൽഡീനിയെ എക്കാലത്തെയും മികച്ചവനാക്കി മാറ്റിയ ഘടകങ്ങൾ പലതായിരുന്നു. മാസ്റ്റർ ഓഫ് മാർക്കിംഗ് എന്നാണ് മാൽഡീനി അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അയാൾ മുന്നിലെത്തിയപ്പോഴൊക്കെ പൊസിഷൻ മാറി കളിക്കാനായിരുന്നെങ്കിൽ എന്ന് ഇതിഹാസങ്ങൾ പലരുടെയും മനസ്സ് മന്ത്രിച്ചത്. ഇഫ് ഐ ഹാവ് ടു മേക്ക് എ ടാക്കിൾ ദെൻ ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് എ മിസ്റ്റേക്ക്. മാൽഡീനിയുടെ ഫിലോസഫി അതായിരുന്നു. ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ഡിഫൻഡർ എന്ന് വിളിക്കപ്പെട്ട മാൽഡീനി കരിയറിൽ ആകെ 3 തവണയാണ് റെഡ് കാർഡ് കണ്ട് കളത്തിന് പുറത്തായത് എന്നോർക്കണം. ബോൾ വിൻ ചെയ്യുക എന്നത് മാത്രമായിരിക്കണം മനസ്സിൽ. പന്ത് കാലിലുള്ള എതിരാളിയുടെ അടുത്ത നീക്കം ഏതാണെന്ന് ഊഹിക്കാനാവണം. ഫൗളുകളെക്കുറിച്ച് ചിന്ത അപ്പോൾ മനസ്സിലേക്ക് കടന്നു വരില്ല. ആർട്ട് ഓഫ് ഡിഫൻസ്. മാൽഡീനി മെയ്ഡ് ഡിഫെൻഡിങ് ലുക്ക് ലൈക്ക് എ പോയട്രി.